മാത്സ് 2026-27 അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കോം ഇടുന്നത് വരെയുള്ളത് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എഴുതണം. അതിൻ്റെ പ്രത്യേകത വിച്ച് ലീവ് റിമൈൻഡർ 1, റിമൈൻഡർ എന്ന് വെച്ചാൽ ശിഷ്ടം 1 ഓൺ ഡിവിഷൻ ബൈ 3, 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതണം. അതുപോലെ ആഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3, 3 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസും നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ആൻസറിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് യൂസ് ചെയ്ത് ഒരു സീക്വൻസ് എഴുതാം. അപ്പോൾ ഇവിടെ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞത് കൊണ്ടാണ് 3ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ട് ഒരു സീക്വൻസ് നമ്മൾ എഴുതുന്നത്. പിന്നെ അവിടെ ഡിവിഷൻ ബൈ 4 ആണെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ച് എഴുതാം. അതുപോലെ ഡിവിഷൻ ബൈ 5 ആണെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവിഷൻ ബൈ 3 എന്നുള്ളതാണ് ക്വസ്റ്റ്യനിലുള്ളത്. സോ ഞാൻ 3ൻ്റെ മൾട്ടിപ്പിൾ വെച്ചിട്ടുള്ള സീക്വൻസ് ഇതാണ് 3, 6, 9, 12 എക്സെട്ര. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം 3ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ച് നമ്മൾ ചെയ്ത ഈ സീക്വൻസിലെ ഓരോ അക്കങ്ങളെയും, അതായത് ഇപ്പോൾ 3നെ, അത് കഴിഞ്ഞ് 6നെ, അത് കഴിഞ്ഞ് 9നെ, അത് കഴിഞ്ഞ് 12, അങ്ങനെ ഓരോ അക്കത്തിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞുകൊണ്ട് 3ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ടാണ് സീക്വൻസ് ചെയ്തത്. അപ്പോൾ ഏത് നമ്പറാണോ ഡിവിഷൻ ബൈ എന്ന് പറഞ്ഞു വരുന്നത് ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ടൊരു സീക്വൻസ് ചെയ്താൽ. ഇനി നമ്മൾ ഇതിലെ ഓരോ ടേമിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് 3 ഡിവൈഡ് ബൈ 3, 3ൽ എത്ര 3 ഉണ്ട്? ഒരു 3, റിമൈൻഡർ എന്ന് പറയുമ്പം ശിഷ്ടം 3 - 3 0 വരുന്നത്. അതുപോലെ 6 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പം 2 ആണല്ലേ, 2, 3, 6, 6 - 6 ശിഷ്ടം 0 വരുന്നത്. അതുപോലെ 9 ഡിവൈഡ് ബൈ 3, 9ൽ 3 തവണ പോകും. ഇപ്പോൾ 3 × 3 9, ശിഷ്ടം എന്താ വരാം? 9 - 9 0. ഓക്കെ, ഇനി അതുപോലെ 12 ചെയ്താലും ശിഷ്ടം എന്താ വരുന്നത്? 0, അഥവാ നമ്മുടെ റിമൈൻഡർ 0 ആണ് വരാം. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായ ഒരു കാര്യം, 3ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ച് ഒരു സീക്വൻസ് ചെയ്യുകയും അതിൽ ഓരോ ടേമിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും വരാം. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിമൈൻഡർ 1 കിട്ടണം ഓൺ ഡിവിഷൻ ബൈ 3, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടണം എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ടുള്ള സീക്വൻസിലെ ഓരോ ടേമിനെയും 1 ആഡ് ചെയ്ത് എഴുതുക. അഥവാ ഇപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ 3, അതാണ് ഒന്നാമത്തെ സംഖ്യയായിട്ട് നമ്മൾ എഴുതിയത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, 4. ഇനി അടുത്തത് 6 ആണ്, 6ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, 7. അടുത്തത് 9 ആണ്, 9ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, 10. പിന്നെ 12, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 13. പിന്നെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, 3ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ 0യും ആ സീക്വൻസിൽ പെടും. എങ്ങനെയാ? 3 × 0, 0 ആണ് അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് 3 × 1 3 വരുന്നത്. സോ ആ 0 ആ സീക്വൻസിൽ പെടും. സോ 0 + 1 1 എന്നുള്ളത് ഈ ഒരു സീക്വൻസിൽ ഒരു ടേം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു സീക്വൻസ് എഴുതിയില്ലേ, ഈ പുതിയ സീക്വൻസിലെ ഓരോ നമ്പറിനെയും നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഡിവിഷൻ ബൈ 3 ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്തത്? ഇതിൽ ഓരോ നമ്പറിനെയും +1 വെച്ച് എഴുതാണ് ചെയ്തത്. സോ ഇനി ഇതിലെ ഓരോ ടേമിനെയും നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ൽ 3 പോകുന്നില്ല, സോ 0 ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ 0, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡെസിമൽ കുത്തിടുക. അതിനുശേഷം 1ൽ പോകുന്നില്ല നമുക്ക് ഉറപ്പായല്ലോ. അപ്പോൾ നമ്മൾ 10ൽ നോക്കാം. ഓക്കെ, 10ൽ 3 പോവോ? പോകും. എത്ര തവണ പോകും? 3 തവണ അല്ലേ? 3 എത്രയാണ്? 9. ഇനി 10 - 9 1. അപ്പോൾ ഇവിടെ നോക്കിക്കേ, റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് 1 വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ നമ്പറിനെയും ചെയ്ത് നോക്കാം. 4 ഡിവൈഡഡ് ബൈ 3, 4ൽ 3 പോവോ?
ഒരു തവണ പോകും. ഒരു 3 3, 4 - 3 റിമൈൻഡർ 1 കിട്ടും. ഇനി അതുപോലെ തന്നെ 7 ഡിവൈഡ് ബൈ 3, 7 എത്ര തവണ 3 പോകും? 2 തവണ. 2 3 6, 7 - 6 റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ 10നെയും 13നെയും ഒക്കെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണ് ഇപ്പം നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പം അടുത്ത നമുക്ക് ഇനി എന്താ വേണ്ടത്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസാണ് വേണ്ടത്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ടുള്ള സീക്വൻസ് ആണ് ഇത്. അപ്പോൾ റിമൈൻഡർ 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ടുള്ളൊരു സീക്വൻസ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ 2 ആയിരിക്കില്ലേ? സോ നമ്മൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് വെച്ച് എഴുതിയ സീക്വൻസിലെ ഓരോ ടേമിൻ്റെ കൂടിയും 2 ആഡ് ചെയ്യാണ്. 0 + 2 2, 3 + 2 5, 6 + 2 8, 9 + 2 11, 12 + 2 14, എക്സെട്ര. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ ഓരോ നമ്പറിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 2 ഡിവൈഡ് ബൈ 3, 2ൽ 3 പോവില്ല. സോ 0 ഇടും, പോയിൻ്റ് ഇടും. അപ്പം നമ്മൾ 20ൽ നോക്കണം. 20ൽ എത്ര തവണ 3 പോകുന്നുണ്ട്? 6 തവണ. 6 3 18, റിമൈൻഡർ എന്ത് വരും? 2 അല്ലേ? 20 - 18 2. അതുപോലെ 5ൽ നോക്കാം. 5 ഡിവൈഡ് ബൈ 3, 5 ഒരു തവണ 3 പോകും. 1 3 3, 5 - 3 റിമൈൻഡർ 2. ഇനി 8ൽ നോക്കുകയാണെങ്കിൽ 8 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പം 8ൽ 2 3 പോകും. 2 3 6, 8 - 6 റിമൈൻഡർ 2. സോ ഇവിടെ ശിഷ്ടം 2 വരുന്ന ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ആൻസറുമായി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് ഇതും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 2 വരുന്ന സീക്വൻസ് ഇതും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഏത് നമ്പർ വെച്ചിട്ടാണോ ഡിവിഷൻ ചോദിക്കുന്നത് ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ വെച്ചിട്ട് വേണം ഫസ്റ്റ് സീക്വൻസ് എഴുതാൻ. എന്നിട്ട് റിമൈൻഡർ എത്ര കിട്ടണോ അത് ആഡ് ചെയ്തിട്ട് സീക്വൻസ് എഴുതാം. ഓക്കെ, അതോ ഇപ്പോൾ ഇവിടെ റിമൈൻഡർ 1 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ 1 എഴുതിയിട്ടൊരു സീക്വൻസ് ഉണ്ടാക്കി ആഡ് ചെയ്തിട്ട്, അതുപോലെ റിമൈൻഡർ 2 എന്ന് പറഞ്ഞെടുത്ത് ഇതിൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ട് ഒരു സീക്വൻസ് ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലെങ്കിൽ 6 വരുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways. എന്നിട്ട് ആ സീക്വൻസിനെ 2 വ്യത്യസ്ത രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 or 6 വരുന്ന സീക്വൻസാണ് നമുക്ക് എഴുതേണ്ടത്. വളരെ സിമ്പിളാണല്ലോ. 1 വരും അല്ലേ? 1ൽ ലാസ്റ്റ് ഡിജിറ്റ് 1 തന്നെയാണ്. പിന്നെ 6 വരും. 6ലും ലാസ്റ്റ് ഡിജിറ്റ് 6 പിന്നെ 11 വരും. പിന്നെ 16 വരും. പിന്നെ ഇത് വരും 21, 26, 31, 36 അങ്ങനെ പോവും. ഓക്കെ, ഇതുപോലെയാണ് ഈ ഒരു സീക്വൻസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഇൻ 2 other ways എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. സോ ഒന്നാമത്തെ രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് കാണുമ്പം നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു സംഭവം, ഒന്നാമത്തെ നമ്പർ 1, അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്തിട്ടാണ് 6 ഉള്ളത്. പിന്നെ 6ൻ്റെ കൂടെ 5 ആഡ് ചെയ്തിട്ടാണ് 11 ഉള്ളത്. പിന്നെ 11ൻ്റെ കൂടെ 5 ആഡ് ചെയ്തിട്ടാണ് 16 ഉള്ളത്. അപ്പോൾ ഓരോ സംഖ്യയുടെ കൂടിയും 5 ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സീക്വൻസ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. സോ അത് ഒന്നാമത്തെ മെത്തേഡാണ്. നമുക്കിതിനെ ഒന്നാമതായിട്ട് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ട് അറ്റ് 1. ഈ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാണ്. ആൻഡ് ആഡ് 5 ഈച്ച് ടൈം. ഓരോ സമയത്തും 5 ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സോ അങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്നാമത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത് എങ്ങനെയാണ്? സ്റ്റാർട്ട് അറ്റ് 1 ആൻഡ് ആഡ് 5 ഈച്ച് ടൈം. 1ൽ നിന്ന് തുടങ്ങി 5 ഓരോ തവണയും ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസാണ് നമുക്കിതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുമ്പം, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്ത അതേ മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ യൂസ് ചെയ്തത്?
the sequence of natural number which leave remainder 2 on division by 3, remainder 1 on division by 3. അതൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു സീക്വൻസിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ ഓരോ സംഖ്യകളും 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സാണ് അല്ലേ? ഇപ്പോൾ ആദ്യത്തത് 1 ഇവിടെ വരുന്നത്. 5ൻ്റെ ഒന്നാമത്തെ മൾട്ടിപ്പിൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 5 × 1 അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ നമ്മളവിടെ 0 കൂടി ഒന്ന് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. 5 × 0 0, 0 + 1 1, 5 × 1 5, +1 6, 5 × 2 10, 10 + 1 11, 5 × 3 15, 15 + 1 16. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? The sequence of natural numbers which leave remainder 1 on division by 5. അഥവാ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസാണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് നമുക്ക് രണ്ടാമത്തെ ടേം എടുക്കാം, 6. 1 എടുത്തിട്ട് നമുക്ക് ചെയ്യാം, പക്ഷെ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഈസിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് 6ഉം 11 ഒക്കെ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ 6നെ ഞാൻ ഡിവൈഡ് ബൈ 5 ചെയ്യാമെന്ന്. അപ്പോൾ 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 6ൽ ഒരു തവണ 5 പോകും, ഒരു 5 5, ബാക്കി റിമൈൻഡർ എന്ത് വരും? 6 - 5 1. ഇനി അതുപോലെ 11നെയും കൂടി കാണിച്ചു തരാം. 11 ഡിവൈഡ് ബൈ 5, 11ൽ എത്ര തവണ 5 പോകും? 2 തവണ, 2 5 10, റിമൈൻഡർ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ പറയാം? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് which leave remainder 1 on division by 5. ഡിവിഷൻ ബൈ 3 അല്ല 5 ആണ്. രണ്ടും എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 2 രീതിയിൽ ഡിസ്ക്രൈബും കൂടി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 9 ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 3 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ പറ്റിയിട്ടാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ റെഡ് കളറിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻറ്റ് അഥവാ ഏകദേശം ഒരു നടുവിലത്തെ ഭാഗത്തൊരു പോയിൻ്റ് ഇട്ടു. അങ്ങനെ ഒരു 3 സൈഡിലും പോയിൻ്റ് ഇട്ട് ആ പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു 4 ട്രയാങ്കിളായിട്ട് മാറിയത്. അപ്പോൾ അതിലൊരു 3 എണ്ണത്തെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പിക്ചർ എടുത്തു. എന്നിട്ട് ഈ പിക്ചറിലെ ഓരോ ട്രയാങ്കിളിൻ്റെയും ഇപ്പോൾ ഇവിടെ ഒരു 4 ട്രയാങ്കിളായിട്ട് മാറിയല്ലോ. ഈ ട്രയാങ്കിൾസിൻ്റെ ഒക്കെ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്, ഈ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്, ഈ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്, അത് 3 ജോയിൻ ചെയ്തപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ. അതുപോലെ ഈ ഒരു ട്രയാങ്കിളിലൊക്കെ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾസിലൊക്കെ ചെയ്തപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫിഗർ. ഇനി അതുപോലെ ആ ഒരു ഫിഗർ എടുത്തിട്ട് അതിൽ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് ട്രയാങ്കിൾസൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ആ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾസിനൊക്കെ ഇങ്ങനെ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻ്റ് എടുത്ത് ജോയിൻ ആക്കുക, മിഡ് പോയിൻ്റ് എടുക്കുക, ജോയിൻ ആക്കുക, മിഡ് പോയിൻ്റ് എടുക്കുക, ജോയിൻ ആക്കുക. അപ്പം അങ്ങനെ ചെയ്തു വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫിഗറാണ് ഇത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ 3 ഫിഗേഴ്സും കിട്ടിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? വളരെ സിമ്പിളാണ്. ഓരോ ഫിഗറിലും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ഫിഗറിൽ 1 2 3 റെഡ് ട്രയാങ്കിൾസ് ആണുള്ളത്. രണ്ടാമത്തെ ഫിഗറിൽ 1 2 3 4 5 6 7 8 9 റെഡ് ട്രയാങ്കിൾസ് ആണുള്ളത്. അടുത്ത ഫിഗറിൽ 1 2 3 4 5 6 7 8 9 25 26 27 27 റെഡ് ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ടേക്കിംഗ് ദ ഏരിയ ഓഫ് വോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലെയും ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ചെറിയ ട്രയാങ്കിൾസ് അല്ലേ? ചെറിയ ട്രയാങ്കിൾസ് 4 എണ്ണം ഉണ്ട്.
ഇനി അതുപോലെ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ സൈസിലുള്ള ട്രയാങ്കിളാണ് അല്ലേ. പക്ഷേ ഇവിടെ നടുവിൽ മാത്രം ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്. സോ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നമ്മൾ ഒന്നാമത്തെ ഫിഗറിലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കമ്പ്യൂട്ട് ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഒന്നാമത്തെ പിക്ചറിലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആണ്. 4 ട്രയാങ്കിൾസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 1/4 ആയിരിക്കും. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും 1/4 ആയിരിക്കും. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും 1/4 ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു ട്രയാങ്കിളും. അങ്ങനെയാണ് വരുന്നത്. ഈ 4 ഇപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 1 കിട്ടും, ആ രീതിയിൽ. ഇനി അതുപോലെ ഈ ഒരു ഫിഗറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫ്രാക്ഷനായിട്ട് ചെയ്താൽ ചെറിയ പ്രശ്നം വരും. കാരണം ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ എടുക്കുകയാണ്, നമ്മളതിനെ ഈക്വൽ അല്ലാത്ത 2 പീസാക്കി മുറിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പീസിനെ നമുക്ക് 1/2 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 2-1 ഭാഗം എന്ന് പറയണമെങ്കിൽ ആ 2 ഭാഗവും ഈക്വലായിട്ട് ഉണ്ടാവണം. സോ ഈ ഒരു വലിയ ട്രയാങ്കിൾ മാത്രം ഇവിടെ കിടക്കുകയാണ്, ബാക്കിയൊക്കെ ചെറുതാണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇതിനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. സോ അതുകൊണ്ട് അതിനെയും കൂടെ നമ്മൾ ചെറുതാക്കുന്നു. അതിനെയും കൂടെ നമ്മൾ ഈ ഒരു സൈസിലുള്ള ട്രയാങ്കിൾ ആക്കിയിട്ട് ഇങ്ങനെ മാറ്റാണ്. ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ ടോട്ടൽ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ വലിയൊരു ട്രയാങ്കിളുടെ ഏരിയ 1 ആണ്. ടോട്ടൽ 16 ട്രയാങ്കിൾസ് ഉണ്ട്. സോ ഓരോ ചെറിയ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ 1/16 ആയിരിക്കും. ഓക്കെ, ഓരോന്നിൻ്റെയും ഏരിയ 1/16 എന്നായിരിക്കും. അപ്പോൾ അത് ടോട്ടൽ എല്ലാത്തിൻ്റെയും 1/16 ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 1 എന്ന് കിട്ടും. ഈ വലിയ ട്രയാങ്കിളുടെ ഏരിയ 1 ആണ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഫിഗറിലേക്ക് പോകുമ്പോൾ അവിടെയും ഇതുപോലൊരു പ്രശ്നം വരുന്നുണ്ട്. ഈ ഫിഗറിൽ ഏറ്റവും ചെറിയ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഇതാണല്ലേ, ഈ കുഞ്ഞ് ട്രയാങ്കിൾസ്. ഇവിടെ 4 എണ്ണമൊക്കെ ഉള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ ആണെങ്കിലും വലിയ ട്രയാങ്കിൾസ് ചിലതുണ്ട്. സോ അതിനെയും കൂടെ നമ്മൾ ചെറുതാക്കി മാറ്റാണ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റും. സോ ഇതിനെ നമ്മൾ ഇങ്ങനെ ജോയിൻ ആക്കി കഴിഞ്ഞാൽ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് മാറും. ഇത് കണ്ട, അപ്പോൾ എല്ലാം ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് നമ്മൾ എണ്ണി നോക്കാം. ഇപ്പോൾ ടോട്ടൽ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ 64 ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആണ്. ടോട്ടൽ 64 ട്രയാങ്കിൾസ് ഉണ്ട്. സോ അപ്പോൾ ഓരോ ചെറിയ ട്രയാങ്കിളിൻ്റെയും ഏരിയ എത്രയായിരിക്കും? 1/64. ഓക്കെ, ഓരോ ചെറിയ ട്രയാങ്കിളുടെ ഏരിയ 1/64 ആയിരിക്കും. അത് മുഴുവനായിട്ട് കൂട്ടിയെടുക്കുമ്പോൾ ടോട്ടൽ 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു ഓരോ ചെറിയ ട്രയാങ്കിൾസിൻ്റെ ഏരിയ എത്ര നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4 ആയിരുന്നു. രണ്ടാമത്തേൽ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 1/16 ആണ്. മൂന്നാമത്തേൽ 1/64 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സീക്വൻസും കൂടെ നമ്മൾ എഴുതി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ഫിഗറിലെയും എല്ലാ റെഡ് ട്രയാങ്കിൾസിൻ്റെയും ഏരിയാസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇവിടെ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4 ആണ്. ടോട്ടൽ 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ ടോട്ടൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എത്രയായിരിക്കും? 3 × 1/4 അല്ലേ, 3/4 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ വലിയ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ അവിടെ 9 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഒരു ചെറിയ ട്രയാങ്കിളുടെ ഏരിയ 1/16 ആണ്. സോ ടോട്ടൽ റെഡ് ട്രയാങ്കിളുടെ ഏരിയ എത്രയായിരിക്കും? 9 × 1/16, 9/16. ഇനി മൂന്നാമത്തെ പിക്ചർ നോക്കുകയാണെങ്കിൽ അവിടെ ടോട്ടൽ 27 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഒരു ട്രയാങ്കിളുടെ ഏരിയ 1/64 ആണ്. സോ ടോട്ടൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ 27 × 1/64 അഥവാ 27/64 ആയിരിക്കും. അപ്പോൾ ഈ മൂന്നിനെയും നമുക്ക് സീക്വൻസ് ആയിട്ട് തന്നെ എഴുതി കൊടുക്കാം. 3/4, 9/16, 27/64. ഓക്കെ, അപ്പോൾ നാലാമത്തെ ചോദ്യം എന്താ? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. അപ്പോൾ നമുക്കിവിടെ ഒരു 3 സീക്വൻസുകൾ കിട്ടിയിട്ടുണ്ട്. ഈ 3 സീക്വൻസിൻ്റെയും ആദ്യത്തെ 5 ടേംസ് എഴുതാനാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ ഓൾറെഡി 3 ടേംസ് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് അടുത്ത 2 ടേംസും കൂടി നമ്മൾ എഴുതണം. ഓക്കെ, അതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ സീക്വൻസ് 3,9,27. അപ്പോൾ ഇതിൽ അടുത്ത 2 ടേംസും കൂടി എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ 5 ടേംസ് ആവുമല്ലോ. സോ നമുക്ക് അടുത്ത 2 ടേംസും കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഒരു പാറ്റേൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 3 × 3 ആണ് 9. 9 × 3 ആണ് 27. അങ്ങനെയാണെങ്കിൽ 27 × 3 ആയിരിക്കും അടുത്ത ആൻസർ വരുന്നത്. അതെന്തായിരിക്കും? 27 × 3 81. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? 81 × 3. അത് എത്രയാണ്? 243. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ ആദ്യത്തെ 5 ടേംസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത 2 സീക്വൻസുകൾ കൂടിയുണ്ട്. അതും കൂടി ഇതുപോലെ ചെയ്യാം. അപ്പോൾ അടുത്ത സീക്വൻസ് 1/4, 1/16, 1/64. അതിൽ ഇനി അടുത്ത 2 ടേംസും കൂടി എഴുതണം. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ന്യൂമറേറ്ററിൽ ഒരു വ്യത്യാസവും ഇല്ല. സോ അടുത്ത 2 ടേംസിനെയും ന്യൂമറേറ്റർ 1 തന്നെ ഇരിക്കും, ഡിനോമിനേറ്ററിലായിരിക്കും എന്തെങ്കിലും ഒരു വ്യത്യാസമൊക്കെ വരിക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 4 × 4 ആണ് 16, 16 × 4 ആണ് 64. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? 64 × 4 അല്ലേ? അതെത്രയാണ്? 64 × 4 256. ഇനി അതുപോലെ അടുത്ത ടേം എന്തായിരിക്കും? 256 × 4 അതെത്രയാണ്? 1024. അപ്പോൾ അടുത്ത 2 ടേംസ് 1/256 ആൻഡ് 1/1024. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സീക്വൻസിൻ്റെയും 5 ടേംസ് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ലാസ്റ്റത്തെ സീക്വൻസും കൂടി നമ്മൾ എടുക്കാം. 3/4, 9/16, 27/64. ഈ ഒരു സീക്വൻസ് നോക്കുമ്പം നമുക്ക് ചെറിയൊരു ബന്ധം തോന്നും അല്ലേ? കാരണം നമ്മൾ ഒന്നാമത്തെ സീക്വൻസിൽ ഉള്ള നമ്പേഴ്സാണ് ഇവിടെ മുകളിൽ വന്നിട്ടുള്ളത് ന്യൂമറേറ്ററിൽ. അതുപോലെ രണ്ടാമത്തെ സീക്വൻസിലെ ഡിനോമിനേറ്ററാണ് ഈ ഒരു സീക്വൻസിൻ്റെ ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ളത്. സോ ആ രീതിയിൽ നമുക്ക് ഫോളോ ചെയ്ത് എഴുതാം. അങ്ങനെ അടുത്ത 2 ടേംസ് എന്തായിരിക്കും? ഒന്നാമത്തെ സീക്വൻസിലെ നമ്പറായ 27 കഴിഞ്ഞിട്ട് ഏത് നമ്പർ വരുന്നത്? 81 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സീക്വൻസിൽ 64 കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? 256. ഓക്കെ, ഇനി അതുപോലെ അടുത്തത് എന്തായിരിക്കും? 81 കഴിഞ്ഞിട്ട് 243 ഡിവൈഡഡ് ബൈ ഈ ഒരു സീക്വൻസിൻ്റെ ഡിനോമിനേറ്റർ 256 കഴിഞ്ഞിട്ട് 1024 വരുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സീക്വൻസിലെയും 5 ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വേറൊരു മെത്തേഡും ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമുക്കറിയാം 3 × 3 ആണ് 9, 9 × 3 ആണ് 27. സോ 27 × 3 ആയിരിക്കും ഇവിടെ ന്യൂമറേറ്ററിൽ വരിക. അതുപോലെ 81 × 3 ആയിരിക്കും ഇവിടെ ന്യൂമറേറ്ററിൽ വരിക. ഇനി ഡിനോമിനേറ്റർ നോക്കുകയാണെങ്കിൽ 4 × 4 16, 16 × 4 64, 64 × 4 ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി 256 × 4 ആയിരിക്കും അടുത്തത് വരുന്നത്. ആ രീതിയിൽ നോക്കിയിട്ടും നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആൻസർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ ക്ലാസ്സുകളിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.